നമുക്ക് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി പറ്റി പഠിക്കാം. മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി പറയുന്നതിന് മുമ്പ് എന്താണ് മോളിക്കുലർ സ്പെക്ട്ര എന്ന് നോക്കാം. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് മാറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. മാറ്റർ മോളിക്കുലർ ഫോമിൽ മോളിക്യൂൾസ് ആയിട്ടിരിക്കുമ്പോൾ ഇൻട്രാക്ട് ചെയ്യുമ്പം കിട്ടുന്ന സ്പെക്ട്രത്തിനെയാണ് നമ്മൾ മോളിക്കുലർ സ്പെക്ട്ര എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു മോളിക്യൂളിന് നമുക്കറിയാം 3 തരം എനർജി ഉണ്ട്. ഇൻറ്റേർണൽ എനർജി ഉണ്ട്, റൊട്ടേഷണൽ എനർജി, വൈബ്രേഷണൽ എനർജി ആൻഡ് ഇലക്ട്രോണിക് എനർജി. റൊട്ടേഷൻ എനർജി due to rotation of molecule about an axis, vibrational energy due to vibration of molecule about an equilibrium position, and electronic energy due to the transition of valence electron to the excited state. അങ്ങനെയാണ് ഓരോ എനർജി നമ്മൾ പറയുന്നത്. അപ്പം അതുകൂടാതെ അതിന് ട്രാൻസ്ലേഷൻ എനർജി ഡ്യൂ ടു മോഷൻ ഓഫ് മോളിക്യൂൾ ഫ്രം വൺ പൊസിഷൻ ടു അനദർ പൊസിഷൻ, അങ്ങനെ ഒരു എനർജിയും കൂടി ഉണ്ട്. പക്ഷെ നമ്മൾ ആദ്യത്തെ 3 കേസസ് എടുക്കുന്നുള്ളൂ. കാരണം ആദ്യത്തെ 3 എണ്ണമാണ് ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ക്വാണ്ടൈസ്ഡ്. അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് കണക്കാക്കാവുന്നതുകൊണ്ട് തന്നെ അത് ക്വാണ്ടൈസ്ഡ് ആണ്. റൊട്ടേഷണൽ എനർജി, വൈബ്രേഷണൽ എനർജി, ഇലക്ട്രോണിക് എനർജി ആർ ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞാൽ അതിന് ഡിസ്ക്രീറ്റ് വാല്യൂ, അതിനൊരു ഡെഫിനിറ്റ് വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ എനർജി ലെവൽസ്, റൊട്ടേഷണൽ എനർജി ലെവൽസ് ഉണ്ട്, വൈബ്രേഷണൽ എനർജി ലെവൽസ് ഉണ്ട്, ഇലക്ട്രോണിക് എനർജി ലെവൽസ് മോളിക്യൂളിന് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഈ എനർജി ലെവൽസിൽ നടക്കുന്ന ട്രാൻസിഷൻ കാരണമാണ് നമുക്ക് റൊട്ടേഷണൽ സ്പെക്ട്രം, വൈബ്രേഷണൽ സ്പെക്ട്രം ആൻഡ് ഇലക്ട്രോണിക് സ്പെക്ട്രം കിട്ടുന്നത്. ഇപ്പോൾ റൊട്ടേഷണൽ എനർജി ചേഞ്ച് ചെയ്യണമെങ്കിൽ വളരെ കുറച്ച് എനർജി ചേഞ്ച് മാത്രം മതി. സമയം വൈബ്രേഷനിലാണെങ്കിൽ ഇച്ചിരി കൂടെ കൂടുതൽ വേണം. ഇലക്ട്രോണിക് എനർജി ചേഞ്ച് നടക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ഓഫ് എനർജി ചേഞ്ച് ചെയ്യണം. അപ്പം അതിനനുസരിച്ച് തന്നെ ഏത് വേവ് ലെങ്ത്തിൻ്റെ റീജിയനിലാണോ ഈ ട്രാൻസിഷൻ നടക്കുന്നത് അതനുസരിച്ചാണ് നമുക്ക് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പിയെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. റൊട്ടേഷണൽ സ്പെക്ട്രയെ നമ്മൾ മൈക്രോവേവ് സ്പെക്ട്രം എന്നോട് വിളിക്കും. കാരണം അത് മൈക്രോവേവ് റീജിയൻ അല്ലെങ്കിൽ ഫാർ ഇൻഫ്രാറെഡ് റീജിയനിലായിരിക്കും നമുക്ക് റൊട്ടേഷണൽ സ്പെക്ട്രം കിട്ടുന്നത്. ഇനി വൈബ്രേഷണൽ സ്പെക്ട്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് നിയർ ഇൻഫ്രാറെഡ് റീജിയനിലാണ്. ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്പെക്ട്രം എപ്പോഴും ഇൻഫ്രാറെഡ് റീജിയനിലായിട്ടായിരിക്കും കിട്ടുന്നത്. ഇലക്ട്രോണിക് സ്പെക്ട്രം എടുക്കുകയാണെങ്കിൽ അൾട്രാ വയലറ്റ് ആൻഡ് വിസിബിൾ റീജിയനിലായിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന് ഓർക്കാം. ജനറലായിട്ട് പറയുന്നതുകൊണ്ട് തന്നെ 150 മൈക്രോമീറ്റർ തൊട്ട് 30 മൈക്രോമീറ്റർ വരെയുള്ള റീജിയനെയാണ് നമ്മൾ എന്താ പറയുന്നത് മൈക്രോവേവ് റീജിയൻ എന്ന് പറയുന്നത്. പിന്നെ 10 മൈക്രോമീറ്റർ തൊട്ട് 1 മൈക്രോമീറ്റർ വരെ വരുന്ന സ്പെക്ട്രത്തിനെയാണ് നമ്മൾ നിയർ ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. 100 നാനോമീറ്റർ തൊട്ട് 700 നാനോമീറ്റർ വരെ വരുന്ന റീജിയനിൽ വരുന്ന സ്പെക്ട്രത്തിനെയാണ് ഇലക്ട്രോണിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്, അതായത് വിസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി ഡീറ്റെയിൽ ആയിട്ട് കാണാം. അത് ഓർത്തേണ്ടത് സ്പെക്ട്ര ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് മോളിക്യൂൾ ആണെന്ന് പറഞ്ഞു. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് മോളിക്യൂളിന് ഒരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായിരിക്കണം. ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് 2 ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസിനാണ് ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ Q ഇൻറ്റു എ, 1 ഓഫ് ദ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ചാർജസ്, അതിനെയാണ് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ചാർജുകൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ, പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ മാത്രമേ അത് റൊട്ടേറ്റ് ചെയ്യുന്ന ഉടനെ അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ച് ചെയ്യത്തുള്ളൂ. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്പെക്ട്രം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി ആണെങ്കിൽ എപ്പോഴും ആ മോളിക്യൂളിനൊരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടായിരിക്കണം. അതായത് HCl മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ Hന് ഒരു പാർഷ്യലി പോസിറ്റീവ് ചാർജും Clന് ഒരു പാർഷ്യലി നെഗറ്റീവ് ചാർജും എപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊരു സെപ്പറേറ്റ് ചെയ്തൊരു ഡിസ്റ്റൻസും ഉണ്ട്. സോ അതിനൊരു ഡൈപോൾ, അതിന് പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉള്ള മോളിക്യൂൾ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പോളാർ മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോളാർ മോളിക്യൂളിൽ മാത്രമേ മൈക്രോവേവ് സ്പെക്ട്രം കാണാൻ പറ്റുകയുള്ളൂ. പിന്നെ ഒരു റൊട്ടേഷണൽ എനർജി ചേഞ്ച് വരുത്തണമെങ്കിൽ വേണ്ടുന്ന മിനിമം എനർജി എന്ന് പറയുന്നത് 0.005 ഇലക്ട്രോൺ വോൾട്ടാണ്. മിനിമം എനർജി റിക്വയർ ഫോർ എ റൊട്ടേഷണൽ ട്രാൻസിഷൻ, അതാണ് അത് പറയുന്നത്. ഇനി നമുക്ക് ഒരു ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെ പ്യുവർ റൊട്ടേഷണൽ സ്പെക്ട്രം എങ്ങനെയാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ആ ഡയമണ്ട് മോളിക്യൂളിനെ ഒരു റിജിഡ് റോട്ടറായിട്ട് കൺസിഡർ ചെയ്യും. റിജിഡ് റോട്ടർ എന്ന് പറഞ്ഞാൽ
ആ രണ്ട് ആറ്റംസിനെ സെപ്പറേറ്റ് ചെയ്തൊരു ബോണ്ടുണ്ട്. ആ ബോണ്ട് ലെങ്ത്ത് റിമെയിൻ സെയിം ഡ്യൂറിങ് റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബോണ്ട് ലെങ്തിന് വ്യത്യാസം ഒന്നും വരുത്തില്ലെങ്കിൽ അതിന് വിളിക്കുന്ന മോളിക്യൂളിനെ വിളിക്കുന്ന പേരാണ് റിജിഡ് റോട്ടർ എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിജിഡ് റോട്ടർ നമ്മൾ കൺസിഡർ ചെയ്തു. M1 M2 രണ്ട് മാസ്, അത് സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് RO, അതിനാണ് ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിന് ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇത് HCl മോളിക്യൂളാണെങ്കിൽ Cl എന്ന് പറയുന്ന ഹെവിയർ മോളിക്യൂളാണ് കമ്പയറിങ് വിത്ത് ഹൈഡ്രജൻ. അപ്പം എപ്പോഴും ഹെവിയർ ആറ്റത്തിൻ്റെ അടുത്തായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇരിക്കുന്നത്. അപ്പോൾ വരയ്ക്കുന്ന ഉടനെ വലുതായിട്ട് വരയ്ക്കുന്നതിന് അടുത്ത് വേണം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരയ്ക്കാൻ നമ്മൾ ഓർക്കണം. അപ്പോൾ ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്നും ഓരോ ആറ്റത്തിനോട്ടുള്ള സെൻറ്ററിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ R1ഉം R2 ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. ആദ്യത്തെ മോളിക്യൂളുമായിട്ടുള്ള ഡിസ്റ്റൻസിനെ R1 എന്നും രണ്ടാമത്തെ മോളിക്യൂളിനായിട്ടുള്ള ഡിസ്റ്റൻസ് R2 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എഴുതാം. R1 + R2 = RO. ബോണ്ട് ലെങ്ത് ആണ് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം സെൻറ്റർ ഓഫ് മാസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് M1 R1 = M2 R2. അത് ബാലൻസിങ് ഇക്വേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ ഒരു മാസിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ M1 R1 = M2 R2 ആയിരിക്കണം. അപ്പോൾ ആ ഇക്വേഷനാണ് അടുത്തതായിട്ട് എഴുതിയത്. M1 R1 = M2 R2. അപ്പോൾ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് R2നും R1നും ഉള്ള എക്സ്പ്രഷൻസ് കിട്ടും. അപ്പോൾ R2 അതിനകത്തുനിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? R2 എന്ന് പറയുന്നത് ആദ്യത്തെ ഇക്വേഷനകത്തുനിന്ന് R2 എന്ന് പറയുന്നത് RO - R1 എന്ന് എഴുതാം. അപ്പോൾ ആ ഒരു R2ൻ്റെ ഇക്വേഷനെ നമുക്ക് M1 R1 = M2 R2 എന്നുള്ള ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് M1 R1 = M2 × R2ന് പകരം R0 - R1 എന്ന് ഇട്ട് കൊടുക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്ന ഉടനെ M2 RO - M2 R1 എന്ന് കിട്ടി. ഇനി R1ൻ്റെ ടേംസ് എല്ലാം കൂടെ ഒന്നിച്ച് എഴുതുമ്പം R1 × M1 + M2 = M2 RO എന്ന് കിട്ടി. അല്ലെങ്കിൽ R1 എന്ന് പറയുന്നത് M2 RO / M1 + M2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് R1ൻ്റെ എക്സ്പ്രഷൻ കിട്ടി. അതുപോലെ R2ൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി R1 = R0 - R2 എന്ന് ഇട്ട് കൊടുക്കണം. അത് ഏത് ഇക്വേഷനകത്താണ്? M1 R1 = M2 R2 എന്നുള്ള ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് M1 × R1 അല്ലേ, അതിന് പകരം R0 - R2 എന്ന് കൊടുക്കണം. അപ്പോൾ M1 × R0 - R2 = M2 R2 എന്ന് കൊടുക്കുക. അപ്പോൾ അതിനെ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? M1 R0 - M1 R2 = M2 R2 എന്ന് എഴുതാം. ഇനി R2ൻ്റെ ടേംസ് എല്ലാം കൂടെ ഒന്നിച്ച് എഴുതുവാണെങ്കിൽ M1 R0 = M1 + M2 × R2 എന്ന് എഴുതാം. അതൊന്ന് R2ൻ്റെ എക്സ്പ്രഷൻ കിട്ടി. R2 = M1 R0 / M1 + M2 എന്ന് കിട്ടി. അപ്പോൾ R1നും എക്സ്പ്രഷൻ കിട്ടി, R2നും എക്സ്പ്രഷൻ കിട്ടി. അപ്പോൾ നമ്മളിതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ ബോണ്ട് ലെങ്ത് ആൻഡ് പാസിങ് ത്രൂ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സിക്കൂടെ പാസ് ചെയ്യുന്ന അതിന് ബോണ്ട് ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുകയാണ്. അതിനെ I എന്ന് വിളിക്കാം. അപ്പോൾ നമുക്കറിയാം മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് M1 R1² + M2 R2² ആണ്. MR² ആണ്. ഇപ്പോൾ ഇവിടെ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് രണ്ടിൻ്റെയും കൂടെ എടുത്ത് ആഡ് ചെയ്യണം. അല്ല സമ്മേഷൻ ഓവർ I MI RI² എന്നാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പറയുന്നത്. അപ്പോൾ I = M1 R1² + M2 R2² എന്ന് കിട്ടും. അപ്പോൾ അതിനകത്ത് നമുക്ക് R1ൻ്റെയും R2ൻ്റെയും വാല്യൂ നേരത്തെ കിട്ടിയത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? I = M1 R1² പകരം M2 R2 / M1 + M2 2. R1 = M2 R0 / M1 + M2 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് I = M1 × M2 R0 / M1 + M2 2 + M2 × M1 R0 / M1 + M2 2 എന്ന് കിട്ടും. ഇനി അടുത്ത സ്ലൈഡിലോട്ട് പോകാം. I = M1 M2 square R0² / M1 + M2 2 + M2 × M1² R0² / M1 + M2 2. അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്നത് M1 M2 / M1 + M2 2 കോമൺ ആയിട്ട് എടുത്തു.
അപ്പോൾ നമുക്ക് m1 ഇൻറ്റു m1 പ്ലസ് m2 ഇൻറ്റു r0² എന്ന് കിട്ടി. അപ്പോൾ അതിനകത്തുനിന്ന് മുകളിലൊരു m1 പ്ലസ് m2 ഉണ്ട്, താഴെ ഒരു m1 പ്ലസ് m2 ഹോൾ² ഉണ്ട്. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുന്ന ഉടനെ നമുക്ക് ഫൈനൽ ഇക്വേഷൻ I is equal to m1 m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു r0² എന്ന് കിട്ടും. m1 m2 ബൈ m1 പ്ലസ് m2നെ നമ്മൾ റിഡ്യൂസ്ഡ് മാസ് എന്ന് വിളിക്കാം. അതിന് മ്യൂന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണ് I is equal to മ്യൂ ഇൻറ്റു r0² എന്ന് കിട്ടും. ഇനി നമ്മൾ ക്വാണ്ടം തിയറി അനുസരിച്ച് റൊട്ടേഷണൽ എനർജി ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് EJ എന്ന് പറയും. ജെ എന്ന് പറയുന്ന റൊട്ടേഷണൽ ക്വാണ്ടം നമ്പറാണ് ജെ എന്ന് പറയുന്നത്. EJ is equal to h² by 8π² I ഇൻറ്റു ജെ ഇൻറ്റു ജെ പ്ലസ് 1 ജൂൾസ് എന്ന് കിട്ടും. വേർ ജെ is equal to J is rotational quantum number and value varies from 0, 1, 2, 3, etc. അപ്പോൾ ഇനി ഈ എനർജിയെ നമുക്ക് വേവ് നമ്പറിൻ്റെ ടേംസിൽ എഴുതുവാണെങ്കിൽ എപ്സിലോൺ ജെ is equal to EJ by HC എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് h by 8π² IC, ഞാൻ h² എന്നാണ് തോന്നുന്നു എഴുതിയേക്കുന്നത്, h by 8π² IC ഇൻറ്റു ജെ പ്ലസ് 1. ആ h by 8π² ICയെ നമ്മൾ ബി എന്നാണ് വിളിക്കുന്നത്. അതിനെ റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പം നമുക്കറിയാം എപ്സിലോൺ ജെ is equal to BJ ഇൻറ്റു ജെ പ്ലസ് 1 ആണ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻ്റെ എനർജി ലെവലിൻ്റെ വാല്യൂ ഓരോ ഡിസ്ക്രീറ്റ് വാല്യൂ എന്ന് പറഞ്ഞു. ജെയുടെ വാല്യൂ അനുസരിച്ച് എങ്ങനെയാണ് എനർജി വരുന്നതെന്ന് ഓരോ എനർജി ലെവൽസിൻ്റെ എനർജി വാല്യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ജെ 0 ആകുമ്പോൾ എപ്സിലോൺ 0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ജെ 1 ആകുമ്പോൾ ബി ഇൻറ്റു ജെ പ്ലസ് ജെ പ്ലസ് 1 എന്നല്ലേ, അപ്പം 1 ഇൻറ്റു 2 എന്ന് വരും. അപ്പോൾ 2B എന്ന് കിട്ടും. ജെയുടെ വാല്യൂ 2 ആകുമ്പം 6B എന്ന് കിട്ടും. ജെയുടെ വാല്യൂ 3 ആകുമ്പോൾ 12B എന്ന് കിട്ടും. ജെയുടെ വാല്യൂ 4 ആകുമ്പോൾ 20B എന്ന് കിട്ടും. അപ്പം അത് നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഞാൻ എനർജി ലെവൽസ് മാർക്ക് ചെയ്തിട്ട് വാല്യൂ കൂടുന്നതനുസരിച്ച് എനർജി ലെവൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതിൻ്റെ ട്രാൻസിഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഏത് ലെവലിൽ നിന്ന് ഏത് ലെവലിലോട്ടായിരിക്കും ഇതിൻ്റെ ട്രാൻസിഷൻ നടക്കുന്നതെന്നുള്ളതാണ്. ഏത് ലെവലിൽ നിന്ന് ഏത് ലെവലിലോട്ടും ട്രാൻസിഷൻ നടക്കാൻ പറ്റത്തില്ല. അത് സെലക്ഷൻ റൂളാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അത് റൊട്ടേഷണൽ സ്പെക്ട്രത്തിൻ്റെ കേസിൽ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത്, റിജിഡ് റോട്ടറിൻ്റെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ ജെ is equal to +or-1 ആണ്. അപ്പോൾ നമുക്ക് ജനറലായിട്ട് ട്രാൻസിഷൻ ജെ ഡബിൾ ഡാഷ് ടു ജെ ഡാഷ് ട്രാൻസിഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് വേവ് നമ്പറിലാണ് നമ്മൾ എഴുതിയേക്കുന്നതുകൊണ്ട് അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. ഡെൽറ്റ എപ്സിലോൺ ജെ എന്ന് നമുക്ക് എടുക്കാം. അതിന് ന്യൂ ബാർ എന്ന് കൊടുക്കുക. ഫ്രീക്വൻസി നെയിം വേവ് നമ്പർ ആയതുകൊണ്ട് ന്യൂ ബാർ is equal to എപ്സിലോൺ ജെ ഡാഷ് മൈനസ് എപ്സിലോൺ ജെ ഡബിൾ ഡാഷ്. ജെ ഡബിൾ ഡാഷ് ഗ്രൗണ്ട് സ്റ്റേറ്റും ജെ ഡാഷ് എക്സൈറ്റഡ് സ്റ്റേറ്റുമായിട്ടാണ് എടുത്തേക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് ഈ കേസിൽ നമ്മൾ പറഞ്ഞു സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജെ is equal to +or-1 ആണെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടത് മൈക്രോവേവ് സ്പെക്ട്രം ആകുമ്പോൾ മിക്കവാറും അബ്സോർഷൻ സ്പെക്ട്രമാണ്. അപ്പോൾ ഡെൽറ്റ ജെ is equal to +1 എന്നുള്ളതായിരിക്കും എപ്പോഴും സെലക്ഷൻ റൂള്. അപ്പം ജെ ടു ജെ പ്ലസ് 1 ട്രാൻസിഷൻ്റെ സെലക്ഷൻ റൂള് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഫ്രീക്വൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ന്യൂ ബാർ എന്ന് പറയുന്നത് ഡെൽറ്റ എപ്സിലോൺ ജെ എന്ന് പറയുന്നത് ബി ഇൻറ്റു ജെ +1 ഇൻറ്റു ജെ +2 മൈനസ് ബി ജെ ഇൻറ്റു ജെ +1. മനസ്സിലായോ? ജെ ടു ജെ +1. അപ്പോൾ ജെയുടെ സ്ഥാനത്ത് ജെ +1ഉം ജെ +1ൻ്റെ സ്ഥാനത്ത് ജെ +2 ഇട്ട് കൊടുത്താലാണ് ആദ്യത്തെ ജെ +1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ലെവൽ നമുക്ക് കിട്ടുന്നത്. അപ്പം ബി ജെ +1 ഇൻറ്റു ജെ +2 മൈനസ് ബി ഇൻറ്റു ജെ +1 എന്ന് കിട്ടും. അപ്പോൾ അതിനകത്ത് നമുക്ക് ബി ഇൻറ്റു ജെ +1 എന്ന് പറയുന്നത് രണ്ട് ടേമിലും കോമൺ ആയതുകൊണ്ട് അത് കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ കോമൺ ആയിട്ട് എടുത്തപ്പോൾ നമുക്ക് ബി ഇൻറ്റു ജെ +1 ഇൻറ്റു ജെ +2 മൈനസ് ജെ. ഇപ്പോൾ ജെ +2 മൈനസ് ജെക്കകത്ത് ജെയും മൈനസ് ജെയും ക്യാൻസലായി പോകുമ്പോൾ 2 കിട്ടും. അപ്പോൾ 2B ജെ +1 എന്ന് കിട്ടും. ഫ്രീക്വൻസി ട്രാൻസിഷൻ വാല്യൂ ഫോർ എനി ജെ ട്രാൻസിഷൻ സ്റ്റാർട്ടിങ് ഫ്രം ജെ where j is equal to 0, 1, 2, 3, etc. The frequency value will be 2B j +1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ വാല്യൂസ് നോക്കാം. ഫ്രീക്വൻസിയുടെ ഇപ്പം റൈറ്റ് സൈഡിൽ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്. അപ്പം ജെയുടെ വാല്യൂ 0 ആകുമ്പോൾ 2B ആയിരിക്കും. 2B j +1 എന്നാണ്. ഇപ്പോൾ ജെയ്ക്ക് 0 എടുക്കുമ്പോൾ 2B സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്നാണ് ഫസ്റ്റ് ഫ്രീക്വൻസിയുടെ വാല്യൂ കിട്ടുന്നത്. 1 എന്ന് കൊടുക്കുമ്പോൾ 4B എന്ന് കിട്ടും.
2 എന്ന് കൊടുക്കുമ്പോൾ 6B എന്ന് കിട്ടും. 3 എന്ന് കൊടുക്കുമ്പോൾ 8B എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഫ്രീക്വൻസിയുടെ വാല്യൂ കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് ട്രാൻസിഷൻ വരയ്ക്കാം. 0 നിന്ന് 1 ട്രാൻസിഷൻ എവിടെ കിട്ടും? 2Bയിൽ കിട്ടും. 1 നിന്ന് 2 ട്രാൻസിഷൻ നമുക്ക് 4Bയിൽ കിട്ടും. 2 നിന്ന് 3 ട്രാൻസിഷൻ നമുക്ക് 6Bയിൽ കിട്ടും. അങ്ങനെ ഓരോന്നും കിട്ടും. അങ്ങനെ അതിൻ്റെ സ്പെക്ട്രം നോക്കുകയാണെങ്കിൽ നമുക്ക് 2B, 4B, 6B താഴെ വരച്ചേക്കുന്നുണ്ടോ? എനർജി ലെവൽ ഡയഗ്രത്തിൻ്റെ താഴെയായിട്ട് നമ്മൾ സ്പെക്ട്രം വരച്ചിട്ടുണ്ട്. 2B, 4B, 6B, 8B. അപ്പോൾ അതിൻ്റെ സെപ്പറേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാം 2B സെപ്പറേഷനിലാണ് വരുന്നത്. അപ്പോൾ ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള, ഈക്വലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള ലൈനായിരിക്കും റൊട്ടേഷണൽ സ്പെക്ട്രത്തിൽ കിട്ടുന്നത്. നമുക്കിനി നിയർ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി അല്ലെ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി നമുക്ക് നോക്കാം. വൈബ്രേഷണൽ എനർജി ലെവൽസ് തമ്മിലുള്ള ട്രാൻസിഷൻ, ഇടയ്ക്കുള്ള ട്രാൻസിഷൻസ് കൊണ്ട് ആണ് നമുക്ക് വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന എനർജി ഞാൻ പറഞ്ഞു റൊട്ടേഷൻ എനർജിയേക്കാളും കുറച്ച് കൂടുതലായിരിക്കും. 0.1 ഇലക്ട്രോൺ വോൾട്ട് റേഞ്ചിലൊക്കെ എനർജി ചേഞ്ച് വരുമ്പോഴാണ് നമുക്ക് വൈബ്രേഷണൽ എനർജി ട്രാൻസിഷൻ കിട്ടുന്നത്. അപ്പോൾ ഓർക്ക് എപ്സിലോൺ റൊട്ടേഷൻ ഇസ് ലെസ് ദാൻ എപ്സിലോൺ വൈബ്രേഷൻ. എപ്സിലോൺ വൈബ്രേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ റൊട്ടേഷൻ എന്നാണെങ്കിൽ പറയാം. അപ്പോൾ അത് നമുക്ക് ഓരോ വൈബ്രേഷണൽ ലെവൽസിൻ്റെ ഇടയ്ക്ക് നമുക്ക് ദർ വിൽ ബി ലാർജ് നമ്പർ ഓഫ് റൊട്ടേഷണൽ ലെവൽസ്. അപ്പോൾ ഒരു വൈബ്രേഷണൽ ലെവലുമായിട്ട് അസോസിയേറ്റ്, ഒരു വൈബ്രേഷൻ ലെവൽ ട്രാൻസിഷൻ നടക്കുമ്പം തന്നെ അതിനുമായിട്ട് അക്കമ്പനി ചെയ്ത് റൊട്ടേഷണൽ എനർജി ട്രാൻസിഷനും നടക്കും. സാധാരണഗതിയിൽ നമുക്കൊരു ബാൻഡായിട്ടായിരിക്കും സ്പെക്ട്രം കിട്ടുന്നത്, അല്ലാതെ ഒരു ലൈനായിട്ടായിരിക്കത്തില്ല കിട്ടുന്നത്. ദിസ് ഇസ് ഡ്യൂ ടു ദർ ആർ ലാർജ് നമ്പർ ഓഫ് റൊട്ടേഷണൽ ലെവൽസ് ഇൻ ബിറ്റ്വീൻ വൈബ്രേഷണൽ ലെവൽസ്. അതുകൊണ്ടാണ് അപ്പം for associated with every transition in vibrational level there is associated transition in the rotational level. ഇനി നമുക്കൊരു ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെ വൈബ്രേഷൻ സ്പെക്ട്രം സ്റ്റഡി ചെയ്യാം. അതിനുവേണ്ടി ആ മോളിക്യൂളിനെ നമ്മളൊരു ഹാർമോണിക് ഓസിലേറ്ററായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസിയുടെ ഫോർമുല നമുക്കറിയാം. 1/2π√k/μ where k is the force constant and mu is the reduced mass. ഈ കേസിൽ 2 ആറ്റമാണ്, ഡയറ്റോമിക് മോളിക്യൂളായതുകൊണ്ട് M1 M2 M1 + M2 ആയിരിക്കും റെഡ്യൂസ്ഡ് മാസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇപ്പോൾ റൊട്ടേഷണൽ വൈബ്രേഷണൽ എനർജി എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ഈ ന്യൂ ഇസ് ഈക്വൽ ടു ന്യൂ പ്ലസ് ഹാഫ് ഇൻറ്റു H ω0 എന്ന് കിട്ടി. അപ്പം ഞാൻ ഇവിടെ എഴുതിയേക്കുന്നതിനകത്ത് വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞത്. കാരണം ന്യൂ പ്ലസ് ഹാഫ് എന്ന് നമ്മൾ ന്യൂവിന് വൈബ്രേഷൻ ക്വാണ്ടം നമ്പർ എന്ന് പേര് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ മറ്റേ ന്യൂയോട് കൺഫ്യൂസ്ഡ് ആകാൻ വേണ്ടി ഇരിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒമേഗ എന്നാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ എഴുതണം. ഈ ന്യൂ ഇസ് ഈക്വൽ ടു ന്യൂ പ്ലസ് ഹാഫ് H ω0 എന്ന് വേണം പറയാൻ. വേറെ ന്യൂ ഇസ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര. അപ്പോൾ ഇനി നമ്മളതിനെ വേവ് നമ്പറിൻ്റെ ടേംസിലാക്കുമ്പോൾ എങ്ങനെ നേരത്തെ ചെയ്തതുപോലെ തന്നെ എപ്സിലോൺ ന്യൂ ഇസ് ഈക്വൽ ടു ഈ ന്യൂ ബൈ HC എന്ന് കൊടുക്കണം. അപ്പോൾ ന്യൂ പ്ലസ് ഹാഫ് ഇൻറ്റു H ω0 ഡിവൈഡഡ് ബൈ HC എന്ന് കിട്ടും. അപ്പം നമുക്ക് ന്യൂ പ്ലസ് ഹാഫ് ഇൻറ്റു ω0 ബാർ എന്ന് കിട്ടും, സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ഇൻ ടേംസ് ഓഫ് വേവ് നമ്പർ. അപ്പം വേവ് നമ്പറിൻ്റെ ടേംസിൽ എപ്സിലോൺ ന്യൂ എന്ന് പറയുന്നത് ന്യൂ പ്ലസ് ഹാഫ് ഇൻറ്റു ω0 ബാർ എന്ന് കിട്ടും. ഇനി നമുക്കിതിൻ്റെ എനർജി ലെവൽസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ന്യൂവിന് 0, 1, 2 ഒക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് എനർജി ലെവൽസ് കിട്ടും. ന്യൂവിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ ഹാഫ് ω0 ബാർ എന്ന് കിട്ടും. ന്യൂവിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ 3/2 ω0 ബാർ എന്ന് കിട്ടും. ന്യൂവിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ 5/2 ω0 ബാർ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ ഈ എനർജി ലെവൽസിനെയാണ് ഞാൻ റൈറ്റ് സൈഡിൽ ഏറ്റവും എൻഡിലായിട്ട് വരച്ചേക്കുന്നത്. ഒരു നമുക്കറിയാം ഒരു പാരാബോളിക് റിലേഷൻ ആയിരിക്കും എനർജിക്കുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈവൻ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈവൻ ഇൻ ന്യൂ ഇസ് ഈക്വൽ ടു 0 the epsilon value is not equal to 0. That means there is a energy even in the ground state, vibrational energy even in the ground state, and that energy is called 0 point energy. അതിൻ്റെ വാല്യൂ ഹാഫ് ω0 ബാർ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കുക. ഇത് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇതിൻ്റെ ട്രാൻസിഷൻ എവിടെ നിന്ന്, അപ്പോൾ ഇതിൻ്റെ എനർജി ലെവൽസ് നോക്കിക്കേ. ആദ്യത്തേത് ഹാഫ്
ഒമേഗ 0 ബാർ, രണ്ടാമത്തെ 3/2 ഒമേഗ 0 ബാർ, പിന്നെ 5/2, പിന്നെ 7/2 അങ്ങനെ പോകും. അതേപോലെ അത് തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 1 ഒമേഗ 0 ബാറാണ്. അപ്പോൾ അത് ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള എനർജി ലെവൽസ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ട്രാൻസിഷൻ എങ്ങനെ വരുമെന്നാണ് നോക്കാം. അപ്പോൾ നമുക്ക് ട്രാൻസിഷൻ സെലക്ഷൻ റൂൾ നോക്കാം. ഡെൽറ്റ ന്യൂ ഇസ് ഈക്വൽ ടു +or-1 എന്നുള്ളതാണ് സെലക്ഷൻ റൂള്. ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയുടെ കേസിൽ അബ്സോർഷൻ സ്പെക്ട്ര, എമിഷൻ സ്പെക്ട്ര ഉണ്ടാവും. രണ്ടും ഈക്വലായിട്ട് തന്നെ ഉണ്ടാവും. യൂഷ്വലി അറ്റോമിക് സ്റ്റേജിലായിട്ടുള്ള ഇതിനാണ് എമിഷൻ സ്പെക്ട്ര കിട്ടുന്നത്. പക്ഷേ ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിന് നമുക്ക് ചിലപ്പോൾ എമിഷൻ സ്പെക്ട്രം കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ ന്യൂ ഇസ് ഈക്വൽ ടു +or-1 ആണ് സെലക്ഷൻ റൂള്. ജനറലായിട്ടൊരു കേസ് ν2 എന്നുള്ള ട്രാൻസിഷൻ്റെ എനർജി ഫ്രീക്വൻസി വാല്യൂ എന്താണെന്ന് നോക്കാം. ഡെൽറ്റ എപ്സിലോൺ ഇസ് ഈക്വൽ ടു ന്യൂ ബാർ ഇസ് ഈക്വൽ ടു n +1 +½ മൈനസ് ന്യൂ +½ ഒമേഗ 0 ബാർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ ന്യൂ ഫ്രീക്വൻസിയുടെ വാല്യൂ ന്യൂ ബാർ ഇസ് ഈക്വൽ ടു ഒമേഗ 0 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്നാണ്. അപ്പോൾ ഒറ്റ ഒരു ഫ്രീക്വൻസി എല്ലാ ട്രാൻസിഷനും കറസ്പോണ്ടിങ് ആയിട്ട് 0 to 1, 1 to 2, 2 to 3 എല്ലാ ട്രാൻസിഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ ഒരു ഫ്രീക്വൻസി വാല്യൂ മാത്രമേ കിട്ടത്തുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2π√k/μ. നമ്മൾ ആദ്യം തന്നെ അത് കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ അതിൻ്റെ സ്പെക്ട്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് എനർജി ലെവൽസ് എല്ലാം ഈക്വലി സ്പേസ്ഡ് ആയിട്ട് ഇതിൻ്റെ ഫ്രീക്വൻസി വാല്യൂ സിംഗിൾ ലൈനായിട്ട് വിത്ത് വെരി ഹൈ ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ദ സൂപ്പർ പൊസിഷൻ ഓഫ് ഓൾ ദിസ് ട്രാൻസിഷൻ എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി നോക്കാം. അത് അൾട്രാ വയലറ്റ് ആൻഡ് വിസിബിൾ റീജിയനിലാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ട്രോൺസ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോവും. അവിടെ നിന്ന് വേരിയസ് സ്റ്റേറ്റിലോട്ട് താഴോട്ട് ഡീഎക്സൈറ്റ് ചെയ്ത് വരുന്നത് മൂലം ഉണ്ടാവുന്ന സ്പെക്ട്രം എന്ന് പറയുന്നത് വിസിബിളും അൾട്രാ വയലറ്റ് റേഞ്ചിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൾട്രാ വയലറ്റ് ഓർ വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു അസോസിയേറ്റഡ് വിത്ത് എവറി transition in electronic energy level, there is an associated change in the vibrational energy as well as rotational energy, because electronic energy difference is greater than vibrational energy difference, which is greater than rotational energy difference. So താഴെ വെച്ചേക്കുന്ന പടം നോക്കിക്കേ, താഴെ ഈ n is equal to 0, n is equal to 1 ഇലക്ട്രോണിക് ലെവൽസ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അനേകം വൈബ്രേഷണൽ ലെവൽസ് ഉണ്ട്. ന്യൂ ഇസ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര എന്ന് പറഞ്ഞു. അതിന് അതിൻ്റെ ഇടയിൽ ധാരാളം ചെറിയ ചെറിയ അടുപ്പിച്ചുള്ള ലെവൽസ് കാണും. അതിനാണ് ജെ ഇസ് ഈക്വൽ ടു 0, 1, 2, 3 എന്ന് പറയുന്നത് റൊട്ടേഷണൽ ലെവൽ എന്ന് പറഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇലക്ട്രോണിക് സ്പെക്ട്രം എടുത്ത ഒരു ബാൻഡ് സ്പെക്ട്രം ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനുള്ള റീസൺ ഇതാണ്, because the electronic energy separation is greater than vibrational energy separation, which is greater than rotational energy separation. So associated with every electronic energy level, there are large number of vibrational energy level, and associated with every vibrational level, there are large number of rotational energy levels. So any change in the electronic energy is accompanied by the change in vibrational energy as well as rotational energy. So instead of getting a single line in the spectrum, we are getting a band, a group of band, which is called a band system, which is more complicated spectrum comparing with the pure rotational spectrum.